ഇതിപ്പോ വർക്ക്ഷോപ്പിൽ വന്നിട്ട് ഇതിപ്പോ എല്ലാ പണിയും കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാട്ടാ. 2021 മോഡല് അൾട്രയുടെ T60 എന്ന് പറയും. 10 ടണ്ണ് പാസിംഗ് ഉള്ള വണ്ടിയാ. സിംഗിൾ ഓണർ വണ്ടി. 1,21,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി 24 അടി വണ്ടിയാ. അപ്പൊ 24 അടി വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് വിളിച്ചോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 24 അടി വണ്ടി ബുക്ക് ചെയ്ത് എടുക്കുന്ന വണ്ടികളാണ്, അല്ലാണ്ട് ഡയറക്റ്റ് കമ്പനിയിൽ ഉണ്ടാവില്ല വണ്ടി. ഇത് നമ്മൾ 24 അടി ചേസ് ബുക്ക് ചെയ്ത് നമ്മൾ എടുക്കണം. പിന്നെ ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ടയർ ഈ വണ്ടിയുടെ പുതിയതാ. 2 ടയർ വണ്ടിക്ക് റിസോർട്ടിംഗ് ഉള്ളൂ. ഇൻഷുറൻസ് ടെസ്റ്റ് എല്ലാം അത് പുതിയത്. സിംഗിൾ ഓണർ വണ്ടി. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒന്നും നോക്കാല്ല. പുത്തൻ വണ്ടി എങ്ങനെയാണോ നിൽക്കണം അതേമാതിരി വണ്ടി. ഇപ്പൊ ഫുള്ള് പെയിന്റിങ് കഴിച്ച് എല്ലാ കാര്യങ്ങളും കഴിച്ച് വണ്ടി ഇറങ്ങിക്കുക. പെട്ടിക്ക് 2-3 ചളുക്കുകൾ ഉണ്ടായിരുന്നു. ചളുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞളക്കങ്ങൾ ഉണ്ടായിരുന്നു വണ്ടിക്ക്. അപ്പൊ ആ ഞളക്കങ്ങൾ കംപ്ലീറ്റ് തീർത്ത് വണ്ടി ഫുള്ള് പെയിന്റിങ്ങും കഴിച്ച് എല്ലാ പരിപാടിയും കഴിച്ചിട്ട് ഇനിയും പണി കഴിഞ്ഞിട്ടില്ല. വണ്ടി ഇവിടുന്ന് നേരെ ഇലക്ട്രിക് വർക്ക്ഷോപ്പിലേക്ക് പോയി ഇലക്ട്രിക് ഫുള്ള് ചെക്ക് ചെയ്യും. വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ്, പാർക്കിംഗ് ലൈറ്റ്, ഡിം ലൈറ്റ്, സൈഡ് ഇൻഡിക്കേറ്റർ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം വണ്ടിയുടെ എല്ലാ ലൈറ്റുകളും ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് വണ്ടി ഇനി ഷോറൂമിലേക്ക് എത്തുള്ളൂ. ഷോറൂമിലേക്ക് വരുമ്പോഴേക്കും വണ്ടി സ്റ്റിക്കറൊക്കെ അടിച്ച് എല്ലാ ഭാഗങ്ങളും കഴിച്ചതിന് ശേഷം വണ്ടി വരുള്ളൂ. വണ്ടി കണ്ടില്ലേ, ഫുള്ള് ടിൻഡഡ് ഗ്ലാസ് ഒക്കെ ഉള്ള വണ്ടിയാ. സൈഡിലത്തെ ഗ്ലാസ് ഫുള്ള് ടിൻഡഡ് ഗ്ലാസ്. അതേമാതിരി തന്നെ ഇന്റീരിയലൊക്കെ നല്ല ക്വാളിറ്റിയാ. വണ്ടി ഡോർ ലോക്കായി കിടക്കുക വർക്ക്ഷോപ്പ് ആയതുകൊണ്ടേ. ഇനി ഉള്ളിൽ നിന്ന് എന്തെങ്കിലും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അവന്മാര് പായ, കയറ് എല്ലാ സാധനങ്ങളും വണ്ടിയുടെ മുകളിലുണ്ട്. ഒരു സാധനം പോലും ഒരാള് ഊരിയിട്ടില്ല. ടൂൾ ബോക്സ്. ഇനി ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുക്കണോന്, ഒരു പുത്തൻ വണ്ടിനെ പ്രതീക്ഷിച്ചിട്ട് എടുക്കണോന് ഇങ്ങനത്തെ വണ്ടി എടുക്കാൻ ലാഭം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 16,50,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. 16,50,000 ലോൺ വേണ്ട പാർട്ടി കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് ലോണും കിട്ടും. ഒരു രൂപ മുടക്കണ്ട. 24-25 ലക്ഷം രൂപ വില വരുന്ന വണ്ടിയാ ഈ വണ്ടിന്. പിന്നെ എടുത്തോണ്ട് വന്ന് പ്ലാറ്റ്ഫോം ഷീറ്റ് അടിച്ച് കംപ്ലീറ്റ് ടൂൾ ബോക്സ് അടിച്ച് കാരിയർ അടിച്ച് ഇതൊക്കെ അടിച്ചിട്ട് വേണം വണ്ടി ഇറക്കണേ. ഇതിപ്പോ ഒന്നും ചെയ്യണ്ട. ടൂൾ ബോക്സ് ഉണ്ട്, കാരിയർ ഉണ്ട്, പ്ലാറ്റ്ഫോം ഷീറ്റ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ചെയ്തിട്ടിറങ്ങുന്ന വണ്ടിയാ. പേപ്പർ ഭാഗം പുതിയത്. ഇതാകുമ്പോ നമുക്ക് 16,50,000 കൊടുക്കാം. ഫുൾ എമൗണ്ട് ലോൺ ഇട്ട് കൊടുക്കാം. ഇത് 2018 മോഡല് അൾട്രയുടെ 10-14 എന്ന് പറഞ്ഞ സെഗ്മെന്റാ. ഈ 10-14 എന്ന് പറഞ്ഞ വണ്ടിക്ക് നല്ല വലിയ മൈലേജ് കാര്യങ്ങളൊക്കെ കൂടിയ വണ്ടിയാ. പിന്നെ അത് മാത്രം തന്നെ 7.4 ടണ്ണ് പാസിംഗ് ഉണ്ട്. ഇത് 14 അടിയിൽ ഹൈടെക് ബോഡിയാ. മുകളിലുള്ള കവറിങ് നോക്കണ്ട, അത് പാർട്ടിയുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ആ ഹൈടെക്കിന്റെ മുകളിൽ വെറുതെ അതിന്റെ മുകളിൽ പായിട്ടൊക്കെ എന്താ. ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ആ പായ ഉപയോഗിക്കാം. അല്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഊരിക്കളയാം. വണ്ടി RC ബുക്കില് ഹൈടെക് ബോഡിയാ, ക്ലോസ്ഡ് അല്ല. പിന്നെ 92,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണറിൽ നല്ല വണ്ടിയാ, നല്ല ക്വാളിറ്റി വണ്ടി. ഒരു കുറ്റം പറയാനില്ല. കാരണം 6 ടയറും വണ്ടിയുടെ പുതിയതാ. പിന്നെന്താ, ഇൻഷുറൻസും ടെസ്റ്റ് കൊടുത്തിട്ട് ആകെ 1 മാസം 1.5 മാസമായിട്ടുള്ള വണ്ടിയുടെ ഇൻഷുറൻസും ടെസ്റ്റ് കൊടുത്തിട്ട് 6 ടയറും പുതിയതാ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക, ഈ നമ്പറിൽ വിളിച്ചിട്ട് വരിക. നല്ല ക്വാളിറ്റി വണ്ടി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി വണ്ടി. ഇതൊന്നും ഒന്നും ചെയ്യാനില്ല. അത്രയ്ക്ക് നല്ല ബെസ്റ്റ് വണ്ടിയാ.